ദ ഐഡം അവതരിപ്പിക്കുന്ന സിംപിളി സാമ്പത്തികത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ധാരാളം പദങ്ങൾ നാം പത്രത്തിലും മീഡിയയിലുമായി കാണാറും കേൾക്കാറുമുണ്ട്. പക്ഷേ അവയിൽ പലതിൻ്റെയും അർത്ഥം നമുക്കാർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. അത്തരം പദങ്ങളെ പരിചയപ്പെടുത്താനും വിശദീകരിക്കാനുമായിട്ടാണ് ഇത്തരമൊരു പരിപാടി ദ ഐഡം അവതരിപ്പിക്കുന്നത്. ധാരാളം പദങ്ങൾ അത്തരത്തിലുണ്ട്. GDP, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഇൻഫ്ലേഷൻ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, അങ്ങനെ ഒരു കൂട്ടം പദങ്ങളുണ്ട്. നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്ന പദമാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ലോകരാജ്യങ്ങളാകമാനം തങ്ങളുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഉയർത്തി ലോക നമ്പർ 1 രാജ്യമായി മാറാനായിട്ട് ശ്രമിക്കുന്നു. നമ്മുടെ മാറി മാറി വരുന്ന സർക്കാരുകളാകട്ടെ ഞങ്ങൾ GDP കൂട്ടി എന്ന് പറഞ്ഞ് ധാരാളം വോട്ട് വാങ്ങിക്കാനായിട്ട് അവരും ശ്രമിക്കുന്നു. അങ്ങനെ കുഞ്ഞിലെ തൊട്ട് ഈ രാജ്യത്ത് ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും കേൾക്കുന്ന വാക്കാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. പക്ഷേ എന്താണ് ഈ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്? നമുക്ക് ആദ്യം തന്നെ ഈ പദത്തിനെ 3ആയി വിഭജിക്കാം. ഗ്രോസ്, ഡൊമസ്റ്റിക്, പ്രോഡക്റ്റ്. അപ്പോൾ എന്താണ് ഈ ഗ്രോസ്? നമുക്കറിയാം, ഒരു പ്രൊഡക്ഷൻ നടക്കുമ്പോൾ പലപ്പോഴും അതിൻ്റെ അകത്ത് കുറച്ച് തട്ടലും മുട്ടലും എല്ലാം ഉണ്ടാകും. അങ്ങനെ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയ പോർഷൻ തട്ടലും മുട്ടലിലും പെട്ട് ആ പ്രൊഡക്ഷനിൽ നിന്ന് വേസ്റ്റായിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെ വേസ്റ്റായിട്ട് മാറുന്നതിനെ നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയുന്ന വാക്ക് ഡിപ്രിസിയേഷൻ എന്നാണ്. അതായത് ഒരു വെയർ ആൻഡ് ടയർ കോസ്റ്റ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ, ഇത്രയും വലിയൊരു നാട്ടിൽ ഇത്രയും ധാരാളം സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ ഉറപ്പായിട്ടും ഒരു ഡിപ്രിസിയേഷൻ കോസ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൊഡക്ഷൻ കണക്ക് കൂട്ടുന്ന സമയത്ത് നമ്മൾ ഈ ഡിപ്രിസിയേഷൻ കോസ്റ്റിനെ അങ്ങ് കണക്കാക്കാറില്ല. അതുകൊണ്ടാണ് ഗ്രോസ് എന്ന് പറയുന്നത്. ഇനി അഥവാ ഡിപ്രിസിയേഷൻ കോസ്റ്റ് കണക്കാക്കുകയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേര് നെറ്റ് എന്നാണ്. അതായത് ഗ്രോസിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചിട്ട് നമുക്ക് കിട്ടുന്നതാണ് നെറ്റ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ വികസനത്തിനെ പറ്റി പറയുമ്പോൾ ആ നാട്ടിൽ ആകമാനം എത്ര ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ എത്രമാത്രം വേസ്റ്റ് ഉണ്ടായി അല്ലെങ്കിൽ വെയർ ആൻഡ് ടയർ ഉണ്ടായി എന്ന് ചർച്ച ചെയ്യാതെ പറയുന്നതാണ് ഗ്രോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത വാക്ക് ഡൊമസ്റ്റിക്. ഒരു രാജ്യത്തിൻ്റെ ഫിസിക്കലായിട്ടുള്ള അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് നടത്തുന്ന പ്രൊഡക്ഷനെ മാത്രമേ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അകത്തേക്ക് കണക്കാക്കുന്നുള്ളൂ. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് നടക്കുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രൊഡക്ഷനെ മാത്രമാണ് നമ്മൾ കണക്കിലെടുക്കുന്നത്. ഇനി എങ്ങാനും നമ്മുടെ നാട്ടിലുള്ള ആരെങ്കിലും വെളിയിൽ ചെന്നിട്ട് ഒരു പ്രൊഡക്ഷൻ ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും ഈ രാജ്യത്തിൻ്റെ ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ വരത്തില്ല. അങ്ങനെ ഡൊമസ്റ്റിക് എന്നുള്ള വാക്കും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വാക്ക് എന്താണ്? പ്രോഡക്റ്റ്. അതായത് നമ്മുടെ നാട്ടിൽ പല രീതിയിലുള്ള സാധന സാമഗ്രികളുണ്ട്. ചിലതാകട്ടെ കൺസ്യൂമേഴ്സിന് നേരെ എടുത്ത് അങ്ങ് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ. നമ്മൾ സാധാരണ വീട്ടിൽ വാങ്ങിക്കുന്ന പല സാധനങ്ങളും നമ്മളെ പോലുള്ള കൺസ്യൂമേഴ്സ് ആണല്ലോ ഉപയോഗിക്കുന്നത്. ചിലതാകട്ടെ പ്രൊഡക്ഷൻ ഇൻഡസ്ട്രീസിന് ഉപയോഗിക്കാനായിട്ട് മെഷീൻസും ഫാക്ടറികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും മറ്റും. അതെല്ലാം പ്രൊഡ്യൂസർ ഗുഡ്സിൻ്റെ അകത്ത് വരും, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ അകത്ത് വരും. നമ്മൾ ഈ ഒരു ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ കൺസ്യൂമേഴ്സ് ഉപയോഗിക്കുന്ന അവസാനത്തെ ഗുഡ്സ്, ഫൈനൽ ഗുഡ്സ്, അതായത് അതൊരു രീതിയിലും മറ്റ് പ്രൊഡക്ഷനുകളിലേക്ക് പോകാത്ത രീതിയിലുള്ള ഗുഡ്സാണ്. അപ്പോൾ ഫൈനൽ ഗുഡ്സിനെ പറ്റി മാത്രമാണ് നമ്മുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് സംസാരിക്കുന്നത്. അപ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ ഒരു രാജ്യത്ത് എത്രമാത്രം സാധനങ്ങളും സർവീസുകളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, അതും ഫൈനലായിട്ടുള്ള സാധനങ്ങളും സർവീസുകളുമാണ് നമ്മൾ കണക്കിലെടുക്കുന്ന വിഷയം. ഇനി ഈ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എങ്ങനെയാണ് കണക്ക് കൂട്ടിയെടുക്കുക? ഒന്നെങ്കിൽ നമുക്കൊരു രാജ്യത്ത് എത്രമാത്രം പ്രോഡക്ട്സ് ഉണ്ടായെന്ന് നോക്കിയാൽ മതി. അത് ഗുഡ്സും നോക്കണം, സർവീസസ് എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, ഇതെല്ലാം സർവീസസ് ആണ്. എന്തുകൊണ്ടാണ് അതിനെ സർവീസസ് എന്ന് പറയുക? കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്കൊരിക്കലും കാണാനോ കേൾക്കാനോ, അതായത് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ സർവീസസ് എന്ന് എക്കണോമിക്സിൽ പറയാറുള്ളത്. അപ്പം ഈ ഗുഡ്സിനെയും സർവീസസിനെയും കൂടി
കണക്കിലെടുത്ത് വരുന്ന സാധനമാണ് GDP. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് നോക്കിയാൽ മതി. എത്രമാത്രം ഒരു രാജ്യത്ത് ഗുഡ്സ് ഉണ്ടായി, സർവീസസ് ഉണ്ടായി എന്ന് കണക്കാക്കിയാൽ നമുക്ക് ആ രാജ്യത്തിൻ്റെ GDP കണക്ക് കൂട്ടാം. അത് ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ രീതി എന്താണ്? ഈ ഒരു പ്രൊഡക്ഷൻ എല്ലാം നടക്കുമ്പോൾ നമുക്ക് വേതനം കിട്ടുമല്ലോ. അപ്പോൾ ആ രാജ്യത്ത് ഓരോ മനുഷ്യനും എത്രമാത്രമാണ് ശമ്പളം കിട്ടുന്നത്, എത്രമാത്രമാണ് വേതനം കിട്ടുന്നത്, എത്രമാത്രമാണ് റിവാർഡ്സ് കിട്ടുന്നത് എന്നുള്ളത് കണക്ക് കൂട്ടി ഒരുമിച്ചാക്കിയിട്ട് പറഞ്ഞാലും നമുക്ക് GDP കണക്ക് കൂട്ടാവുന്നതാണ്. മൂന്നാമത്തെ രീതി ആവട്ടെ, ഈ കയ്യിൽ കിട്ടുന്ന കാശ് പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് പലർക്കും കയ്യിലേക്ക് കാശ് കിട്ടുന്നത്. ആ കാശ് നമ്മൾ എന്താ ചെയ്യുക? ചെലവഴിക്കുകയാണ് ചെയ്യുന്നത്. ആ ചെലവാക്കലിനെ നമ്മൾ എക്സ്പെൻഡിച്ചർ എന്നാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയാറുള്ളത്. അപ്പം എക്സ്പെൻഡിച്ചർ മെത്തേഡിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? GDP കണക്കാക്കാൻ പറ്റും. അപ്പോൾ ഒരു ചോദ്യം, ഈ GDP എന്ന് പറയുന്നത് വെറും ഒരു രാജ്യത്തിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസസിനെ മാത്രമല്ലേ കണക്കാക്കുന്നുള്ളൂ? ഇതിനെ പറ്റിയിട്ട് കുറച്ചും കൂടി ഒരു സുസ്ഥിര വികസനത്തിൻ്റെ പാതയിലാക്കണം എന്നൊരു ചിന്ത വന്നു. ആ ചിന്തയുടെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത് ഗ്രീൻ GDP കണക്കാക്കാനാണ്. എന്താണ് ഗ്രീൻ GDP? നമ്മുടെ പരിസരം, നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെടുത്തി GDPനെ കണക്ക് കൂട്ടണം എന്നുള്ളൊരു വാദമാണ് ഗ്രീൻ GDP മുന്നോട്ട് വയ്ക്കുന്നത്. ആ പ്രത്യയശാസ്ത്രം ഇനി നാളത്തേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ്. ഇതോടുകൂടി GDP എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ അടുത്ത വാക്കുമായി ദ ഐഡം നിങ്ങളുടെ മുന്നിൽ സിംപ്ലി സാമ്പത്തികവുമായി എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.